നമ്മൾ ശാസ്ത്രമെന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്നൊരു ചിത്രമുണ്ടല്ലേ? ഒരു ലാബ്, ടെസ്റ്റ് ട്യൂബുകൾ, വെള്ള കോട്ടിട്ട ശാസ്ത്രജ്ഞർ. പക്ഷെ നഴ്സിംഗ് എന്ന് പറയുന്നത് നേരെ തിരിച്ചാണ്. അത് മനുഷ്യരുമായി നേരിട്ട് ഇടപഴകുന്നൊരു ലോകമാണ്. അപ്പോൾ ഈ കർശനമായ നിയമങ്ങളുള്ള ശാസ്ത്രവും മനുഷ്യന്റെ സങ്കീർണതകൾ നിറഞ്ഞ നഴ്സിംഗും തമ്മിൽ എവിടെയാണ് ഒന്നിക്കുന്നത്? നമുക്കൊരുമിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വിഷയം ശരിക്കും മനസ്സിലാക്കാനായി 6 ഭാഗങ്ങളായിട്ടാണ് നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ സയന്റിഫിക് മെത്തേഡ് എന്താണെന്ന് നോക്കും. പിന്നെ നഴ്സിംഗ് റിസർച്ചിലേക്ക് വരും. അതിനുശേഷം ഇവ രണ്ടും തമ്മിലുള്ള സാമ്യങ്ങളും പ്രധാന വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യും. പിന്നെ ഒരു യഥാർത്ഥ ഉദാഹരണം നോക്കി ഇതെല്ലാം രോഗീപരിചരണത്തെ എങ്ങനെയാണ് മെച്ചപ്പെടുത്തുന്നതെന്ന് കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ശരി, അപ്പോൾ തുടങ്ങാമല്ലേ? എന്താണ് ഈ ശാസ്ത്രീയ രീതി അഥവാ സയന്റിഫിക് മെത്തേഡ്? ശരിക്കും പറഞ്ഞാൽ വിശ്വസനീയമായ അറിവ് കണ്ടുപിടിക്കാനുള്ള ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡാണിത്. ശാസ്ത്രീയമായ നമ്മുടെ എല്ലാ കണ്ടെത്തലുകളുടെയും അടിത്തറ ഇതുതന്നെയാണ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ഏറ്റവും ചിട്ടയായ ഒരു വഴിയാണിത്. ഇവിടെ വെറുതെ ഊഹിച്ചു പറയുന്നതിന് പകരം ഓരോ കാര്യവും കൃത്യമായി നിരീക്ഷിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ടു പോകുന്നത്. അതായത് ഒരു സിസ്റ്റം, മുൻവിധികളില്ലാത്തൊരു സമീപനം, പിന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ്, ഇവയാണിതിന്റെ കാതൽ. അപ്പോൾ ഇതിനെ കൃത്യമായ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. ആദ്യം നമ്മളൊരു സാധ്യതയുള്ള ഉത്തരം അങ്ങ് ഊഹിക്കും. അതിനെയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. പിന്നെ ആ ഊഹം ശരിയാണോ എന്നറിയാൻ ഒരു എക്സ്പെരിമെന്റ് ഡിസൈൻ ചെയ്ത് നടത്തും. ആ പരീക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ച് നമ്മൾ നോക്കും നമ്മുടെ ആദ്യത്തെ ഊഹം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന്. ആവശ്യമെങ്കിൽ ആ ഊഹം നമ്മൾ തിരുത്തും. ഇതൊരു സൈക്കിൾ പോലെ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ശാസ്ത്രീയ രീതിയുടെ ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് നഴ്സിംഗ് എന്ന ആ പ്രത്യേക ഫീൽഡിലേക്ക് വരാം. ഇവിടെ ഈ തത്വങ്ങളൊക്കെ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എന്ന് നോക്കാം. നഴ്സിംഗ് ഗവേഷണവും ഇതേ ശാസ്ത്രീയ തത്വങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഒന്നേയുള്ളൂ: രോഗികളുടെ പരിചരണം എങ്ങനെ കുറച്ചുകൂടി നന്നായി ചെയ്യാം എന്ന് കണ്ടെത്തുക. ഇത് വെറുമൊരു തിയറിയല്ല, ശരിക്കും രോഗിയുടെ അടുത്ത് ബെഡ് സൈഡിൽ മാറ്റം കൊണ്ടുവരാനുള്ളൊരു ടൂളാണ്. ശരി, അപ്പോൾ ഇവ രണ്ടും തമ്മിൽ എവിടെയാണ് കണക്റ്റാവുന്നത്? നമുക്ക് നോക്കാം. സത്യത്തിൽ നഴ്സിംഗ് ഗവേഷണത്തിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ സയന്റിഫിക് മെത്തേഡ് തന്നെയാണ്. അവിടെയാണ് തുടക്കം. ഇവയുടെ പ്രധാന തത്വങ്ങൾ നോക്കിയാൽ രണ്ടും ഒന്നാണെന്ന് കാണാം. രണ്ടിനും ഒരു സിസ്റ്റമുണ്ട്. ഒബ്ജക്റ്റീവാണ്, അതായത് മുൻവിധികളില്ല, തെളിവുകളെയാണ് ആശ്രയിക്കുന്നത്. പിന്നെ ആര് ചെയ്താലും ഒരേപോലത്തെ റിസൾട്ട് കിട്ടണം. അപ്പോൾ ആ ബേസിക് ഫൗണ്ടേഷൻ രണ്ടിലും ഒന്നുതന്നെയാണ്. ഈ ഫ്ലോ നോക്കൂ, ഒരു ലോജിക്കൽ ഓർഡർ ഉണ്ട് അല്ലേ? ഒരു പ്രശ്നം കണ്ടുപിടിക്കുന്നു, അതിനെപ്പറ്റി പഠിക്കുന്നു, ഡേറ്റ അനലൈസ് ചെയ്യുന്നു, എന്നിട്ടൊരു നിഗമനത്തിലെത്തുന്നു. ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് അത് സയന്റിഫിക് മെത്തേഡിൽ നിന്ന് നേരെ കടമെടുത്തതാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് സാമ്യങ്ങളെക്കുറിച്ചാണ്. പക്ഷേ ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെക്കുറിച്ചാണ്. കാരണം ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു കെമിക്കലിനെയോ ഒരു സെല്ലിനെയോ അല്ല, പകരം ഒരു മനുഷ്യനെയാണ്. അപ്പോൾ കാര്യങ്ങളാകെ മാറും അല്ലേ? അതെ, ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം. മനുഷ്യൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റി. നമ്മൾ ടെസ്റ്റ് ട്യൂബിലെ കെമിക്കൽസ് പോലെയല്ലല്ലോ. നമുക്ക് വികാരങ്ങളുണ്ട്, ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്, ചിന്തകളുണ്ട്. ഇതെല്ലാം റിസൾട്ടിനെ കാര്യമായി ബാധിക്കും. ഈയൊരു പോയിന്റ് വളരെ പ്രധാനമാണ്. ഒരു ലാബിൽ നമുക്ക് ടെമ്പറേച്ചർ, പ്രഷർ അങ്ങനെ എല്ലാം കൺട്രോൾ ചെയ്യാം. പക്ഷേ ഒരു ഹോസ്പിറ്റൽ റൂമിൽ എങ്ങനെയാണ് ഒരു രോഗിയുടെ പേടിയോ വേദനയോ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഫാമിലി സപ്പോർട്ടോ ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുക? അത് പ്രായോഗികമല്ല. അതാണ് നഴ്സിംഗ് ഗവേഷണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഈ ടേബിൾ നോക്കിയാൽ വ്യത്യാസങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. സയന്റിഫിക് മെത്തേഡ് സാധാരണയായി ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നഴ്സിംഗ് റിസർച്ച് ഒരു മനുഷ്യന്റെ മൊത്തത്തിലുള്ള അനുഭവത്തെയാണ് നോക്കുന്നത്. അതുപോലെ ഒന്ന് കൺട്രോൾഡ് ലാബിലാണെങ്കിൽ മറ്റേത് ശരിക്കുള്ള ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലുമാണ് നടക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യരുമായി ഇടപെടുമ്പോഴുണ്ടാകുന്ന എത്തിക്കൽ പ്രശ്നങ്ങൾ. അത് നഴ്സിംഗ് റിസർച്ചിൽ വളരെ കൂടുതലും സങ്കീർണവുമാണ്. ഓക്കെ, നമ്മൾ കുറേ തിയറിയൊക്കെ സംസാരിച്ചു. ഇനി ഇത് റിയൽ ലൈഫിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ? ഒരു ഉദാഹരണം വെച്ച് നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് COPD, അതായത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു അസുഖമുള്ള രോഗികളെപ്പറ്റിയുള്ള ഒരു പഠനമാണ്. ഈ കാണുന്ന ടേബിളിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗവേഷകർ രോഗം കുറവുള്ളവരെയും കൂടുതലുള്ളവരെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്. അവരുടെ പ്രായം, അവർ ഉപയോഗിക്കുന്ന മരുന്നുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ചില പാറ്റേണുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എന്തിനാണെന്നോ, ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് ട്രീറ്റ്മെന്റ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന് മനസ്സിലാക്കാൻ. കണ്ടില്ലേ, ഇത് നേരെ പേഷ്യന്റ് കെയറിനെയാണ് സഹായിക്കുന്നത്. അപ്പോൾ ഈ ഗവേഷണമൊക്കെ ചെയ്തിട്ട് അവസാനം എന്താണ് ഗുണം? എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്? അതിന്റെ ഉത്തരമാണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് അഥവാ EBP. സിമ്പിളായി പറഞ്ഞാൽ
പണ്ടുമുതലേ ഇങ്ങനെയാണ് ചെയ്തു വരുന്നത് എന്ന് പറയുന്നതിന് പകരം ഏറ്റവും പുതിയ പഠനങ്ങൾ പറയുന്നത് ഇതാണ് ഏറ്റവും നല്ല വഴി എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുക. അതാണ് യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. നേഴ്സിംഗ് റിസർച്ചിന്റെ അടിത്തറ സയന്റിഫിക് മെത്തേഡ് തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷേ അതും മനുഷ്യന്റെ സങ്കീർണമായ പ്രശ്നങ്ങളെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാണ്. ലാബിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ രോഗിയുടെ അടുത്തേക്ക് എത്തിക്കുക, അവർക്ക് ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ കെയർ കൊടുക്കുക, അതാണ് ഇതിന്റെ ഫൈനൽ ഗോൾ. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി. ഡേറ്റയും എവിഡൻസുമൊക്കെ വളരെ പ്രധാനമാണ്, ശരിയാണ്. പക്ഷേ ടെക്നോളജി ഇത്രയും വളരുമ്പോൾ ഹെൽത്ത് കെയറിന്റെ ആത്മാവ് എന്ന് പറയുന്ന ആ ഒരു ഹ്യൂമൻ ടച്ച് അത് നഷ്ടപ്പെടാതെ ഈ പുതിയ അറിവുകൾ ഉപയോഗിച്ച് നമുക്കെങ്ങനെ അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും? ഇതൊന്ന് ആലോചിച്ചു നോക്കേണ്ട കാര്യമാണല്ലേ.